ഹലോ എവരിവൺ, വെൽക്കം പ്രോട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കളി CSK vs DC. CSK 8 വിക്കറ്റിന് ആധികാരികമായിട്ട് വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MI വിജയിച്ചു കഴിഞ്ഞാൽ CSK വിജയിക്കാതിരിക്കുന്ന മോശമല്ലേ? അപ്പോൾ എന്തായാലും സഞ്ജു സാംസന്റെ ഒരു കിഡിലൻ ഇന്നിങ്സ്, അതുപോലെ തന്നെ അക്കീൽ ഹുസൈൻ്റെ, നൂർ അഹമ്മദിൻ്റെ, അതുപോലെ ചെന്നൈ ബോളിങ്ങിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല കിഡിലിനായിട്ട് എറിഞ്ഞു. ഡൽഹി പോലെ അത്രയും നല്ല ബാറ്റിംഗ് സൈഡിലുള്ള ഒരു ടീമിനെ 155 എന്ന് പറയുന്ന റൺസിൽ ഒതുക്കാനായിട്ട് സാധിച്ചു. അതും ഫിറോസ് കോട്ട്ലല്ല, ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ആണ്. താരതമ്യേന ചെറിയ ബൗണ്ടറി ഉള്ള നല്ല രീതിക്ക് റൺസ് വരുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ചെറിയൊരു സ്കോറിൽ ഡൽഹിനെ ഒതുക്കാനായിട്ട് സാധിച്ചു. ചേസിങ്ങിൽ കുറച്ച് പ്രശ്നമൊക്കെ തുടക്കത്തിൽ വന്നു. ഋതുരാജ് പെട്ടെന്ന് ഔട്ടായി, സ്ട്രഗ്ലിംഗ് ആയിരുന്നു, സ്റ്റാർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വേള കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ സഞ്ജു സാംസൺ രക്ഷകനായി നല്ലൊരു ഒരു ക്ലാസി ആങ്കറിങ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇന്നിങ്സ് തന്നെയാണ് സഞ്ജു സാംസൺ കളിച്ചത്. അപ്പം എന്തായാലും ചേസിങ്ങിൽ സഞ്ജു സാംസന്റെ ഒരു ബെസ്റ്റ് ഇന്നിങ്സ് തന്നെയാണ് CSKക്ക് വേണ്ടി വന്നേക്കുന്നത്. ഉള്ളപ്പോഴും ചേസിങ്ങിലായിരുന്നു സഞ്ജുവിന്റെ ഐക്കോണിക് ഇന്നിങ്സുകളൊക്കെ വന്ന് ചേസിങ്ങിൽ തന്നെയായിരുന്നു. അപ്പം എന്തായാലും അതുപോലത്തെ ഒരു ഇന്നിങ്സ് തന്നെ ഇന്നും വന്നു. അപ്പം CSK വിജയിച്ചു, 10 പോയിന്റ് ആയി. അപ്പം ഇനി 4 മത്സരങ്ങളുള്ളത്. ആ 4 ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസിലി പ്ലേ ഓഫിലോട്ട് എത്തും. പക്ഷേ 2 മത്സരം LSG, ഒരെണ്ണം SRH, ഒരെണ്ണം GT. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, നല്ലത് പ്രതീക്ഷിക്കാം. എന്തായാലും ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. എന്തായാലും ഈ ഒരു ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചില മത്സരങ്ങളിലൊക്കെ കണ്ട് ചെറിയ സ്കോറൊക്കെ ചെറിയ സ്കോറിൽ നമ്മൾ ഒതുങ്ങിപ്പോകണം, ഇത്രയും നല്ല ബാറ്റിംഗ് പത്തുണ്ടായിട്ട് ഒതുങ്ങിപ്പോകണം, അല്ലെങ്കിൽ ചില സ്കോറുകൾ ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ആ ചേസിങ്ങിലുള്ള CSKയുടെ ഒരു ഇപ്പോഴും അതങ്ങ് ശരിയായിട്ടില്ല. അപ്പം ഇന്നും ഡൽഹി അക്സർ പട്ടേലിന് ടോസ് കിട്ടിയിട്ട് അക്സർ പട്ടേൽ ബാറ്റിംഗ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് CSKയുടെ ആ ഒരു ചേസിങ്ങിലുള്ള വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ്. ഒട്ടുമിക്ക എല്ലാ ടീമും ചേസിങ്ങിന് പിന്നാലെ പോകുമ്പോഴും CSKക്കെതിരെ ഓപ്പോസിറ്റ് ക്യാപ്റ്റൻസ് അവർ ഫസ്റ്റ് ബാറ്റിംഗ് പ്രിഫർ ചെയ്യേണ്ട കാര്യം CSKയുടെ ചേസിങ്ങിലുള്ള ഒരു ചേസിങ്ങിലില്ല. 180+ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ചേസ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്രത്തോളം പുറകിലാണ് ചേസിങ്ങിൽ എന്നുള്ളത്. അപ്പോൾ അക്സർ പട്ടേൽ ടോസ് കിട്ടി ബാറ്റിംഗ് എടുക്കുന്നു. അപ്പോൾ ടീമിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ടീം കോമ്പിനേഷൻ വീണ്ടും മാറ്റി. ഇപ്പോൾ കരുൺ നായർ ടീമിലോട്ട് വന്നു. അപ്പോൾ ടീം കോമ്പിനേഷൻ ഓരോ കളിയിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റി കളിപ്പിക്കുകയാണ് ടീമിനെ. സ്റ്റാർക്ക് വന്നത് ഒരു ഉണർവ് വൈകിട്ടുണ്ടെങ്കിലും ഈ ടീം കോമ്പിനേഷൻ ഇങ്ങനെ മാറ്റുന്നു. അക്സർ പട്ടേലിനൊരു പെർമനന്റ് പൊസിഷൻ ഇല്ല. അക്സർ പട്ടേലിന്റെ ഫോം ഔട്ട്. അക്സർ പട്ടേലിന്റെ ഈ സീസണിലെ ബാറ്റിംഗ് മൊത്തത്തിൽ ശോകമാണ്. 100 റൺസ് പോലും എത്തിയിട്ടില്ല. അതിനേക്കാളും പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് എന്ന് പറയുന്നത്. ബോളിംഗിൽ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല. ഫീൽഡിങ്ങിൽ ഒരു ഉണർവില്ലാതെയാണ് അക്സർ പട്ടേൽ നിൽക്കുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ അടുത്ത സീസണിൽ സാക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ സീസണിൽ തന്നെ സാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും മോശം പെർഫോമൻസ് ആണ്. അപ്പോൾ ടോസ് കിട്ടി, ചെന്നൈ ബോളിംഗ് എടുക്കുന്നു, അതുപോലെ DC ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. അപ്പോൾ നിസംഗയും അതുപോലെ തന്നെ KL രാഹുലും ബാറ്റിങ്ങിനായിട്ട് വരികയാണ്. അപ്പോൾ ഒരു നല്ലൊരു മികച്ച തുടക്കമായിരുന്നില്ല DCക്ക്. അവർ സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് ബോൾ ചെയ്യുന്നത് അക്കീൽ ഹുസൈനാണ്. ആം ബോളിങ്ങിൽ കിങ് ആണ്, അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും ഫോമിലുള്ള 1 കോടിക്കൊക്കെ ഓപ്ഷനിൽ കിട്ടിയ അക്കീൽ ഹുസൈനെ, ഒരു സ്റ്റീലായിട്ട് കിട്ടിയ അക്കീൽ ഹുസൈനൊന്നും SRH ആയിട്ട് കളി ഇടാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ആ കളി തോറ്റുപോയെന്ന് പറയേണ്ടി വരും. കാരണം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ, റൈറ്റ് ഹാൻഡേഴ്സ് വരുന്നു, അവിടെ നമുക്ക് റൈറ്റ് ആം സ്പിന്നർ വേണമെന്നുള്ള വാശിക്കൊക്കെയാണ് അന്ന് മാച്ച് ഔട്ടിന് ഇട്ടത്. ആ കളി നമ്മൾ തോറ്റുപോയി. അക്കീൽ ഹുസൈൻ ഇന്ന് വന്നു. അക്കീൽ ഹുസൈൻ കിഡിലിനായിട്ട് പവർ പ്ലേയിൽ 3 ഓവർ വെച്ച് 15 റൺസേ കൊടുത്തിട്ടുള്ളൂ. 4 ഓവർ കഴിയുമ്പോൾ 19 റൺസ്. കീ വിക്കറ്റ് എടുക്കുന്നു, ഒരു KL രാഹുലിന്റെ വിക്കറ്റ് എടുക്കുന്നു. അതിൽ 14 ബോളാണ് ഡോട്ട് എറിയുന്നു. ബാക്കി 10 ബോൾസിലാണ് റൺസ് വരുന്നുള്ളൂ. എന്ത് കിഡിലിന് സ്പെല്ല്. അത് 3 ഓവർ പവർ പ്ലേയിൽ വെച്ചാൽ ആലോചിക്കണം. അതായത് നോർമലി ന്യൂ ബോൾ കിട്ടുമ്പോൾ ആം ബോൾ എറിയുന്നു, ബോളൊന്ന് ഓൾഡ് ആവുന്നു, ഓർത്തഡോക്സ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എറിയുന്നു. ബാറ്റേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അക്കീൽ ഹുസൈനെ പ്ലേ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അക്കീൽ ഹുസൈനെ ഇത്രയും കളി ഇറക്കിയില്ല, അല്ലെങ്കിൽ ചില മത്സരങ്ങളിൽ ഇറക്കിയിട്ടില്ല ഇതുവരെ. ഈ 10 മത്സരങ്ങളിൽ 3-4 മത്സരങ്ങൾ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല. അതൊക്കെ എത്രത്തോളം വലിയ ക്രൈമാണെന്ന് ആലോചിക്കണം. എൻ്റെ ഫ്ലെമിംഗ് എന്തു ചതിയാണ് ചെയ്തതെന്ന് ആലോചിക്കണം ടീമിൻ്റെ അടുത്ത്. അപ്പോൾ അക്കീൽ ഹുസൈൻ വരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രേക്ക് ത്രൂ എടുക്കുന്നു. മുകേഷ് ചൗധരിയാണ് ഫസ്റ്റ് വിക്കറ്റ് എടുക്കുന്നത്. നിസംഗയുടെ വിക്കറ്റ് ആദ്യം പോകുന്നുണ്ട്. അതുപോലെ KL രാഹുലും പോകുന്നു. പിന്നീട് നിതീഷ് റാണയും കരുൺ നായരാണ് വരുന്നത്. പവർ പ്ലേ തള്ളി നീക്കുവാണ്, അങ്ങനെ റണ്ണ ബോൾ എടുത്ത് തള്ളി നീക്കുവാണ്. പക്ഷെ പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം നൂർ അഹമ്മദ് വരുന്നു, 2 പേരെയും അടക്കുന്നു. 2 പേരും കൃത്യമായ ഇടപെടൽ 2 പേരും ഔട്ടാവുകയാണ്. പിന്നീട് സ്റ്റബ്സും റിസ്വിയും കൂടിയിട്ടുള്ള ഒരു ചെറുത്ത് നിൽപ്പാണ്, ഒരു രക്ഷാപ്രവർത്തനമാണ് പിന്നീട് കണ്ടത്. അതിനിടയിൽ അക്സർ പട്ടേൽ ക്യാച്ച് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഔട്ടായി പോകുന്നുണ്ട്. അക്സർ പട്ടേലിന്റെ ഒരു സിങ്ങിനെ അക്സർ പട്ടേൽ വിക്കറ്റ് കൊടുത്തു. അക്സർ പട്ടേൽ ഒരു കോൺഫിഡൻസും ഇല്ല, ഒരു ഇന്റന്റും ഇല്ല. തീർത്തും ഒരു നെഗറ്റീവ് വൈബ് തന്നെ. അക്സർ പട്ടേൽ കളിക്കുന്ന കാണുമ്പോൾ അവരുടെ ഫാൻസിന് തന്നെ തോന്നിപ്പോകും, ഇത് എന്താണ് ഇങ്ങനെ ഒരു ക്യാപ്റ്റനായിട്ട് ഇങ്ങനെയാണോ കളിക്കേണ്ടതെന്നൊക്കെ തോന്നിപ്പോകും. അത്രത്തോളം ഒരു നെഗറ്റീവ് ഇന്റന്റോട് കൂടിയിട്ട്
ഒട്ടും പോസിറ്റീവ് അല്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് ഒട്ടും പോസിറ്റീവ് അല്ല. അല്ലെങ്കിൽ ഇങ്ങനെയല്ല അക്സർ പട്ടേൽ കളിക്കുക. അക്സർ പട്ടേൽ ഒരു ക്രൈസിസ് വരുമ്പോൾ, ടീം ഏർലി വിക്കറ്റ്സ് പോകുമ്പോൾ ടോപ്പ് ഓർഡറിൽ ഇറങ്ങി ആങ്കർ ചെയ്ത് ആ ടീമിനെ ജസ്റ്റ് ഒരു മാന്യമായ സ്കോറിലോട്ട് എത്തിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. നിരവധി തവണ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു സ്കോർ തുടക്കത്തിലൊക്കെ വരുമ്പോൾ ലോവർ ഓർഡർ ആണെങ്കിൽ കളി ഫിനിഷ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആ അക്സർ പട്ടേലാണ് ഇന്ന് തൻ്റെ റോൾ എന്താണെന്ന് അറിയാതെ ഒട്ടും ഒരു ഇതില്ലാതെ കളിക്കുന്നത്. ക്യാപ്റ്റൻസി പ്രഷർ ആവാം മേ ബി. എന്തായാലും വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ദുബൈ എന്ന ഫീൽഡർ ഉണ്ടായിരുന്നില്ല, ഇമ്പാക്ട് സബായിരുന്നു. നല്ലൊരു തീരുമാനം. ഇന്ന് ക്യാച്ചസ് മിസ്റ്റേക്കുകൾ, ഫീൽഡിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും 1-2 നല്ല ഫീൽഡ് എഫേർട്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബാലൻസിങ് ആയിട്ട് പോയി. പിന്നീട് സ്റ്റബ്സും അതുപോലെ തന്നെ സ്റ്റബ്സിന്റെ ഒരു ക്യാച്ച് 100ാമത് അതിൻ്റെ ഇടയിൽ വിടുകയുണ്ടായി. സ്റ്റബ്സും റിസ്വിയും കൂടിയിട്ട് ആ ടീമിനെ ഒരു മാനുവലുള്ള സ്കോറിലോട്ട് എത്തിക്കുകയാണ്. അതിനിടയിൽ ഓവർട്ടൺ എന്തോ പരിക്കുണ്ടെന്ന് തോന്നുന്നു. CSKയുടെ ഇഞ്ചുറി മാനേജ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഇനിയിപ്പോൾ അതിൽ ഹാംസ്ട്രിങ് വരാത്തതായിട്ട് ആർക്കുമില്ല. സഞ്ജുവിനും ചെറിയ ഹാംസ്ട്രിങ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മാനുവലുള്ള സ്കോറിലോട്ട് എത്തിച്ചു. അവസാനം കാംബോജിനൊക്കെ നല്ല രീതിക്ക് ലാസ്റ്റ് ഓവറിൽ അടി കിട്ടുന്നുണ്ടായി. കാരണം കാംബോജ് വിക്കറ്റ്സ് ലക്ഷ്യമാക്കി എറിയുമ്പോൾ ബാറ്റ്സ്മാൻമാർ അത് മുതലെടുക്കുകയാണ്. വിക്കറ്റിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്വി നല്ല രീതിക്ക് അദ്ദേഹത്തെ ആക്രമിച്ച് കളിച്ചിട്ട് 155 എന്ന് പറയുന്ന സ്കോർ. 155 ഈസിലി അച്ചീവബിൾ ആണെങ്കിൽ പോലും വിക്കറ്റ്സ് കുറച്ച് ഹാർഡായിരുന്നു, കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ CSKയും തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തു. അതായത് ഋതുരാജ് ഗെയ്ക്വാദ് കഴിഞ്ഞ മത്സരത്തിലെ മാച്ച് വിന്നർ, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മോശം ഷോട്ട് കളിച്ച് ഔട്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു, സഞ്ജു സാംസൺ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കഴിഞ്ഞ മത്സരത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് എന്താണ് ചെയ്തത്, ഈ ഒരു സിറ്റുവേഷൻ, അതായത് രാജസ്ഥാനിൽ പലതവണ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കഴിഞ്ഞൊരു വേൾഡ് കപ്പിൽ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെതിരൊക്കെ ഹാൻഡിൽ ചെയ്തപ്പോഴത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ സഞ്ജു സാംസൺ മുന്നോട്ട് വന്ന് വീഴുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഉർവിൽ പട്ടേൽ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു കിടലൻ ക്യാമിയോ, അതായത് കുറച്ചുകൂടിയും ഇന്നിങ്സ് നീണ്ടു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന പോലെ അദ്ദേഹം ഹിറ്റ് ചെയ്തു. ആ പവർ പ്ലേയിലുള്ള ഒരു റൺ വരൾച്ച അദ്ദേഹം ഒന്ന് ഒഴിവാക്കി തന്നു. അതിനുശേഷം കാർത്തിക് ശർമ്മ വരുന്നു. കഴിഞ്ഞ മത്സരത്തിന്റെ ഡിറ്റോ, അതായത് ഋതുരാജിന്റെ സ്ഥാനത്ത് സഞ്ജു വന്നു എന്ന് മാത്രം. പക്ഷെ സഞ്ജു കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിച്ചു. അതുപോലെ കാർത്തിക് ശർമ്മ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ 20 ബോളിൽ 18 റൺസൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രശ്നമില്ല, കാരണം 10 ഓവറിൽ നിന്ന് 100 റൺസ് പാർട്ട്ണർഷിപ്പ് അവിടെ വന്നു കഴിഞ്ഞു. 6 ഓവറിൻ്റെ തൊട്ട് 16 ഓവർ വരെ നോക്കുമ്പോൾ 10 ഓവറിൽ 100 റൺസ് പാർട്ട്ണർഷിപ്പ് അവിടെ വന്നു കഴിഞ്ഞു. അതിൽ 70 റൺസ് സഞ്ജുവിന്റെ കോൺട്രിബ്യൂഷനാണ്. കാരണം അവിടെ തന്നെ ഗെയിം ആരാണ്ട് കൊണ്ടുപോയത്, കളി ആരാണ്ട് കൊണ്ടുപോയതെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഒരു ഓവറിൽ റണ്ണ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഓവറിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് സഞ്ജു സാംസൺ. റിസ്കി ഷോട്ട്സ് ഇല്ല, കൃത്യമായിട്ടുള്ള മോശം പന്തുകൾ. കുൽദീപ് യാദവിനെ അദ്ദേഹം ഒരു 6 അടിക്കുന്നു. കൃത്യമായിട്ട് അറിയാം കുൽദീപ് യാദവിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുൽദീപ് യാദവ് വിട്ട് തരുമെന്ന്. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു, ആ ഓവറിൽ മാക്സിമം റൺസ് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ലുങ്കി എങ്കിടി അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്ലോ ഓവേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആ ഓവറിൽ റിസ്ക് എടുക്കുന്നില്ല. അടുത്ത ഓവറിൽ നടരാജനെ വരുന്നു, കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, ആ ഓവറിൽ റൺസ് കണ്ടെത്തുന്നു. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് സഞ്ജുവിന് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. കാർത്തിക് ശർമ്മ നല്ല സപ്പോർട്ടായിരുന്നു. കാർത്തിക് ശർമ്മയും 1-2 ബൗണ്ടറീസ് ഒക്കെ ലാസ്റ്റാണ് അടിച്ചത്. കളി ജയിക്കാന്നുള്ള ഉറപ്പായപ്പോഴാണ് അടിച്ചത്. ഒരു റിസ്കിനും നിന്നില്ല. അതായത് ഇതുപോലത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ SRHനെതിരെ. അപ്പോൾ ഒരു 190 റൺസിന് മുകളിലുണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷെ ആ സന്ദർഭത്തിൽ ഇതുപോലെ കളിക്കാൻ ടീമിൽ ആളുണ്ടായിരുന്നില്ല. എല്ലാവരും അനാവശ്യ ഷോട്ട് അടിച്ച് ഔട്ടായതുകൊണ്ട് ആ മത്സരം നമ്മൾ തോറ്റുപോയത്. എന്തായാലും ഇന്ന് അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ് തുടങ്ങിയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിങ്, അതുപോലെ തന്നെ സഞ്ജു സാംസന്റെ കിഡിലൊരു ഇന്നിങ്സ് എടുത്ത് പറയണം. ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹമാണ്. ഈ ഒരു സീസണിൽ അദ്ദേഹം 4 മത്സരങ്ങളിൽ 40 പ്ലസിന് മുകളിൽ സ്കോർ ചെയ്ത 4 മത്സരങ്ങളിലും ചെന്നൈ ജയിച്ചു. 3ാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സഞ്ജു സാംസൺ കിട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് കഴിയുന്നത് സഞ്ജു സാംസണാണ്, എല്ലാ IPL മൊത്തം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് CSKക്ക് ഈ ഒരു മത്സരത്തിൽ, അതുപോലെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിന്യൂ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടുതൽ പ്രതീക്ഷകളില്ല. CSKയുടെ ഈ ഒരു സീസൺ തുടക്കം വളരെ മോശമാണെങ്കിലും ഇപ്പോൾ നിലവിലെത്തി നിൽക്കുമ്പോൾ, ആദ്യത്തെ 3 മത്സരങ്ങൾ തോറ്റൊരു ടീം ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്. കാരണം ബോളേഴ്സ് നന്നായി എറിയുന്നുണ്ട്, ബാറ്റ്സ്മാൻമാരൊക്കെ ഫോമിലാണ്, ടീമിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്നാൽ പോലും ഇത്രയും ഇഞ്ചുറി വന്നൊരു ടീമാണെന്ന് ആലോചിക്കണം. ഇഞ്ചുറി ആയിട്ട് എത്ര പേര് പോകുന്നു, ആഷ്മാത്ര പോകുന്നു, ഖലീൽ അഹമ്മദ് പോകുന്നു, അതിൽ ബ്രീസിന് മാച്ചസ് നഷ്ടമാവുന്നു, ഐലീസ് റൂൾഡ് ഔട്ട് ആവുന്ന, ഇത്രയും ഇഞ്ചുറി വന്നൊരു ടീമും ഇപ്പോഴും ഇങ്ങനെ കളിക്കുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ സീസൺ ഒന്നും പറ്റിയില്ലെങ്കിലും ഇപ്പം എല്ലാ കൊല്ലം പറയുന്ന പോലെ അടുത്ത സീസൺ നന്നാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ലേറ്റിൻ്റെ പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ ഒരു പ്രചോദനം ആവുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളത്തെ മത്സരത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.